ജലം എന്ന് വെച്ചാൽ ഇന്നൊരു വളരെ പ്രതികൂലമായ ഘടകമായിട്ട് കിടക്കുകയാണ് നമ്മുടെ കാരണം എന്തുകൊണ്ട് വെച്ചാൽ മാലിന്യത്തിന്റെ ഭാഗമായിട്ട് അത് ശുദ്ധീകരിച്ചെടുക്കുന്നതിന്റെ പ്രശ്നങ്ങൾ നമ്മളിപ്പോ ഫിൽറ്ററുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ഫിൽറ്ററൊക്കെ വാങ്ങിച്ച ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചതിന് ശേഷം കേട്ടോ. കാരണം നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഈ തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുമ്പോൾ ഇതിനകത്തുനിന്ന് എല്ലാം പോകുന്നത് നമ്മളെ പ്രകൃതി ജീവന സിദ്ധാന്തത്തിൽ തന്നെ അറിയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതും പറഞ്ഞിട്ട് വെള്ളം കുടിച്ച മറ്റു രോഗമൊന്നല്ല. അങ്ങനെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ നാട്ടിലും ഇങ്ങനെയാണ് ചെയ്യുക. ഓടിക്കളിച്ച് ഗ്രൗണ്ടിലും ഓടിക്കളിച്ചൊക്കെ വന്നു കഴിഞ്ഞ് കുഴങ്ങിയിട്ട് കിണറ്റിൽ ചെന്നിട്ട് ബക്കറ്റിൽ കോരിയിട്ട് ഒരു കുടിക്കലുണ്ട്. ബക്കറ്റ് ഒരു വളരെ കിണറ്റ്. അത് ഇന്നത്തെ പറയുന്നത് ഈ ബയോമാഗ്നറ്റിക് വാട്ടറാണിത്. ഇതിനകത്ത് വരുന്ന ഈ ബയോമാഗ്നറ്റിക് തെറാപ്പിയിൽ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന നിങ്ങൾ ഈ പാഡ് ഇതിലെ ഫ്രഷേഴ്സ് ആരെങ്കിലും ഇതിൽ ആരാണ് പുതുതായിട്ട് വരുന്നവരായിരിക്കുന്നത് ഈ കുപ്പി നിങ്ങൾ വാങ്ങിക്കണം. ഇത് ഉപയോഗിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ പ്രത്യേകിച്ച് ഇത് ഇങ്ങനെ അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിക്കാൻ സൗകര്യമാണ്. ഈ വെള്ളം ഒഴിക്കാൻ സൗകര്യമുള്ളപ്പോൾ എന്താണ് ഇത് നനയില്ല. കുപ്പിയാണെങ്കിൽ കുട്ടികൾ എടുത്തൊക്കെ വീഴാനും പൊട്ടാനും സാധ്യതയാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഈ ഇതുപോലത്തെ ഒരു ജഗ് വാങ്ങിക്കണം. ഇത് ചില്ലിന്റെയാണ്, വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതിനകത്ത് അറിയാലോ, ഇതിനകത്ത് തുടക്കക്കാരായിട്ടുള്ള ആരെങ്കിലും ഇത് കേൾക്കാറുണ്ട്, ഇതിനകത്ത് 40 മാഗ്നറ്റുകൾ ഉണ്ട്. ഇതിനകത്ത് ഈ 40 മാഗ്നറ്റുകളുടെ ഇതിനകത്ത് നിൽക്കുന്ന ഈ വെള്ളം മാഗ്നറ്റൈസ്ഡ് വാട്ടർ, മാന്ത്രിക ജലം എന്നാണ് ഞാൻ എന്റെ അതിൽ ആരെങ്കിലും ഞാൻ മെസ്സേജ് ചെയ്യുമ്പോൾ പറയാം മാന്ത്രിക ജലം. കാരണം അതിന്റെ വാക്കുകൾക്ക് എല്ലാം നമ്മൾ വാക്കുകളിൽ ഒതുക്കാൻ പറ്റില്ല. അങ്ങനെ ഈ മാന്ത്രിക ജലം നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ പ്യൂരിഫിക്കേഷൻ, അതായത് നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ കിട്ടുന്നതിന്റെ, നമ്മുടെ ശരീരത്തിലേക്ക് എനർജി കയറുകയാണ്, നമ്മുടെ സെല്ല് വർക്കിംഗ് ആവുന്നതിന്റെ, നമ്മൾ ഇതിൽ കിടക്കുന്നതോടുകൂടി നമ്മളെ ന്യൂറോ സിസ്റ്റം പെർഫെക്റ്റ് ആവുന്നതിന്റെ ഭാഗമായി നമ്മളെ ബ്ലഡിന്റെ വിസ്കോസിറ്റി കറക്റ്റ് ആയി വരുന്നതോടുകൂടി ഇങ്ങനെ ഓരോ ഇതും ക്ലിയർ ആയി വരുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ഓരോ ഓർഗൻസും വർക്കിംഗ് ആയി വരുന്നു. നമ്മളെ ബ്രെയിനിലേക്ക് ഓക്സിജൻ കിട്ടി ബ്രെയിൻ എന്താവുന്നു, ബ്രെയിൻ വർക്കിംഗ് ആയിരുന്നു. എല്ലാ വശത്തേക്കുള്ള മെസ്സേജുകൾ ബ്രെയിനിൽ നിന്ന് കൊടുക്കാനും ഓരോ ഓർഗൻസിനും സജീവമായി ആക്റ്റീവായി നിർത്താൻ സാധിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഓരോ ഓർഗൻസും വരുമ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ രോഗികളാവുന്നത്.